ഞങ്ങളിവിടെ 100 രൂപയ്ക്കാണ് കപ്സ കൊടുക്കുന്നത്. നല്ലപോലെ കോരി അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള റൈസും ബർക്കത്തുണ്ടാവട്ടെ ഇപ്പൊ കച്ചവടത്തിലും. മന്തിയും ബിരിയാണിയൊക്കെ അല്ലേ, ഇന്ന് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് കപ്സ തരാം. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം കുന്നിക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഇവര് 3 പേരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു വനിതാ സംരംഭമാണ്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കപ്സയാണ്, ചൂട് കപ്സയാണ്. 100 രൂപയേ ഉള്ളൂ. റൈസും ചിക്കനും കൂടെ അല്ലേ? 100 രൂപയ്ക്ക് വിളമ്പുന്ന 3 വനിതകളുടെ ഈ ഒരു സംരംഭത്തെ നമുക്ക് പരിചയപ്പെടാം. നമ്മളിവിടെ 100 രൂപയ്ക്കാണ് സനി കപ്സ കൊടുക്കുന്നത്. 100 രൂപയ്ക്കാണോ കൊടുക്കുന്നത്? 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ലോണം കോരിയാണോ കൊടുക്കുന്നത്? നല്ലപോലെ കോരി അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള റൈസും ചിക്കനും ഉണ്ട്. ഞങ്ങളെ കുടുംബശ്രീ യൂണിറ്റ് ആണ്. ഞങ്ങൾ 4 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഓ ശരി ശരി. ഒരാൾ ആബ്സെന്റ് ആണ്. ഇപ്പൊ എന്താ ഒരാളെ തന്നെ ബുദ്ധിമുട്ടിക്കണ്ടേ? അത് വേണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനായാലും എടുക്കാമല്ലോ, പൈസ എടുക്കാമല്ലോ എന്ന് വെച്ചാണെങ്കിൽ ഞങ്ങൾക്ക് വായ്പ ഒക്കെ ഉണ്ട്, എല്ലാം അടയ്ക്കാലോ. നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്താണ്? ബർക്കത്ത് ഉണ്ടാവട്ടെ ഇപ്പൊ കച്ചവടത്തിലും. അപ്പൊ 3 പേരും കൂടെ ഉള്ള കച്ചവടമാണ് അല്ലേ? ഒരാൾ ആബ്സെന്റാ. ഇതിന്റെ റെസിപ്പി ഒക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? ഞങ്ങളുടെ സ്വന്തം റെസിപ്പിയാ. സ്വന്തം റെസിപ്പിയാണോ? ഈ കോരുനാളുടെ റെസിപ്പിയാണോ? പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ID കാർഡൊക്കെ ഇട്ടിട്ട് വരികയാണ് കേട്ടോ. കമ്പ്യൂട്ടർ പഠിക്കുന്നതിന്റെ ഒപ്പമാണ് ഇങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? പ്രോപ്പർ കുന്നിക്കുഴിയാണ് അല്ലേ? അപ്പൊ എത്ര മണിയാകുമ്പോ ഇവിടെ സാധനം കൊണ്ടുവരും? 11:00-ക്കും 12 അകത്താണ് വരുന്നത്. 11:00-ക്കും 12 മണിക്കും അകത്താണ് വരുന്നത്. 1 മണിയാകുമ്പോൾ 1:30 തീരും. സംഭവം കഴിഞ്ഞു. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, കസ്റ്റമർക്ക് ക്യൂ ആണ്. ആണല്ലേ? ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കാൻ പറ്റത്തില്ല. എത്ര കിലോ ഉണ്ടാവും? ഞങ്ങളൊരു 10 കിലോ ഒക്കെ. 10 കിലോ ഒക്കെ 10 കിലോ ഒക്കെ കൊണ്ടുവരും. അതിപ്പോ ആൾക്കാർ നല്ലോണം വാങ്ങിക്കുന്നുണ്ട് അല്ലേ? കപ്സ ഇവിടെ ഞങ്ങളെ തിരക്കി ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കസ്റ്റമർ ഇവിടെ നിരന്നിരിക്കുക, ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ ഈ ഭാഗത്ത് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ കപ്സ. 100 രൂപയ്ക്ക് കൊടുക്കുന്ന കപ്സ ഞങ്ങളുടെ. ഈ മന്തിയൊക്കെ ആൾക്കാർ കൊടുത്തു കണ്ടിട്ടുണ്ട്, പക്ഷെ കപ്സ എങ്ങനെ ആരും കൊടുത്തു കണ്ടിട്ടില്ല. എന്നെ വന്നപ്പോ ഉടനെ സനി എന്റെ പേരെടുത്ത് വിളിച്ച ആളാണ് ഇത് കേട്ടാ. സന്തോഷം. നല്ല അറിയാം, ചിരിച്ചോണ്ടാ വന്നത്. അപ്പൊ ഞാനിന്നേ ഹരിപ്പാട് നിന്ന് ഇവരുടെ ഈ ഒരു കച്ചവടത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ കുറച്ചേറെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. 100 രൂപയുടെ കപ്സയാണ്, നല്ലൊരു സംരംഭമാണ്. അപ്പൊ എല്ലാരും ഈ കച്ചവടത്തെ ഒന്ന് ഉഷാറാക്കി കൊടുക്ക്. സ്ഥലം മറന്നുകൊണ്ട, പത്തനംതിട്ട ജില്ലയിൽ പഠിച്ചു പറയുന്ന പോലെ അല്ലേ? പത്തനംതിട്ട ജില്ലയിൽ കുന്നിക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നോട്ട് ചെയ്തേക്കണം. അവിടെ ഒരു 11:30 ആകുമ്പോൾ ഇവർ 3 പേരും കൂടെ വരും. ചിലപ്പോൾ 2 പേരെ കാണത്തുള്ളൂ. ഒരാൾ പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ പഠിക്കുന്നതാണ്. അപ്പം നല്ല അടിപൊളി ചൂട് കപ്സ എനിക്ക് വാങ്ങിക്കാം. നന്നായിട്ട് പൊതിഞ്ഞ് റൈസും ചിക്കനും പിന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 3 പേരും കൂടെ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പേസ് തരണം അല്ലേ? അപ്പൊ ഈ കാണുന്ന വീട്ടിലെ ഒരു ചേച്ചിയുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയാണ്. ചേച്ചി ഓടിക്കളഞ്ഞു ക്യാമറ വെച്ചപ്പോ. അപ്പൊ അവർ പറഞ്ഞോ, എന്തോ പറഞ്ഞേ? പരിചയപ്പെട്ട് ഓടി കണ്ടു വന്നതാണ്. അപ്പൊ ആ ചേച്ചി അല്ലെ, ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ് നിങ്ങളുടെ ഈ സംരംഭത്തിന് അല്ലേ? ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നാൽ തന്നെയും ആ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യും അല്ലേ? അത്ര നല്ലൊരാളെ കിട്ടിയില്ലെങ്കിൽ അല്ലേ? ഒരു പൊതി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ. 100 രൂപയേ ഉള്ളൂ. വാങ്ങിച്ചു ഇവരെ സപ്പോർട്ട് ചെയ്യണേ. എടുത്തേക്കട്ടെ. ഇതിനകത്തുണ്ടോ ചട്നി? വെച്ചോ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളും കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും.